പ്രശ്നങ്ങളെ പാമ്പിനെ പോലെ നേരിടണം. ശത്രു വടിയുമായി മുന്നിൽ, പത്തി താഴ്ത്തിയാൽ അടിയുറപ്പ്. പത്തി വിരിച്ച് ശത്രുവിൻ്റെ കണ്ണിൽ നോക്കി ഒരു നിൽപ്പാണ്. ഏത് ശത്രുവും ഒന്ന് പതറും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തിരിഞ്ഞോടരുത്. നെഞ്ചും വിരിച്ച് നിന്നാൽ പല പ്രശ്നങ്ങളും സ്വയം ഇല്ലാതാകും. പാമ്പ് ശത്രുവിൻ്റെ കണ്ണിൽ നോക്കി, മുന്നോട്ട് നീങ്ങിയില്ല, ശത്രുവിനെ ആക്രമിച്ചില്ല, ഒറ്റ നിൽപ്പാണ്. ഇടയ്ക്ക് ശത്രുവിൻ്റെ നോട്ടമൊന്നു മാറി, പാമ്പ് അപ്രത്യക്ഷനായി. എല്ലാ പ്രശ്നങ്ങളെയും ആക്രമിച്ച് കീഴടക്കാനാവില്ല. കൗശലപൂർവ്വം ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമല്ല, വിവേകമാണ്. ഉപദ്രവിക്കാത്ത പാമ്പ് എന്ന് കണ്ടപ്പോൾ മനുഷ്യർ വടിയെടുത്ത് പൗരുഷം കാട്ടി. പത്തി വിടർത്തിയതിനെ കണ്ടപ്പോൾ തിരിഞ്ഞോടി. ഒരു പരിധി വിട്ട് പാവമായാൽ എല്ലാവരും മെക്കിട്ട് കയറും. നിൽക്കേണ്ട പോലെ നിന്നാൽ ജീവിച്ചു പോകാം. ഉപദ്രവിക്കാത്തവരെ കണ്ടാൽ ഇഴഞ്ഞു മാറും. ഉപദ്രവിക്കുന്നവരെ ഒന്ന് പേടിപ്പിച്ചോടിക്കും. കഴിവതും ആരെയും ഉപദ്രവിക്കില്ല. വിഷമുണ്ടെന്ന് കരുതി എല്ലാവരെയും കൊത്താറുമില്ല. ഓരോരുത്തരെയും അവരവരുടെ വഴിക്ക് വിടണം. എനിക്ക് ലഭിച്ചതെല്ലാം ആരെയും നശിപ്പിക്കാൻ ഉപയോഗിക്കാനുള്ളതല്ല. പടം പൊഴിക്കുന്ന പാമ്പ് കല്ലുകൾക്കിടയിലൂടെ കയറിയിറങ്ങും. ദേഹം ഉരയും വേദനിക്കും. കഴിയുമ്പോൾ ഒരു പുതിയ ഭംഗിയുണ്ടാകും. എല്ലാ കല്ലുകളും സഹനങ്ങളും കാണുമ്പോൾ ഓടരുത്. ചില സഹനങ്ങൾ ജീവിതം ഭംഗിയുള്ളതാക്കും. ആനയുടെ വലിപ്പമോ സിംഹത്തിൻ്റെ ശക്തിയോ ഒന്നുമില്ല. എന്നാലും പാമ്പിനെ ഭയമാണ്. അവൻ്റെ നാവിൻ തുമ്പിൽ വിഷമുണ്ട്, മരണമുണ്ട്. നാവിൽ വിഷവുമായി ജീവിക്കുന്നവരെ അകറ്റി നിർത്തണം. കുറേ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതെയാകും.